ഞാനൊരു ഇൻട്രോ മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, എനിക്കും കാര്യം മനസ്സിലായി. ഉള്ളില് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മോഹം ഒരു സൈഡിലുണ്ടല്ലത്. മമ്മൂട്ടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എന്നാലും നമ്മള് അദ്ദേഹത്തിന്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് നമ്പർ നമ്മൾ ഒരുമിച്ചുള്ള വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഞാറ്റുവല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ വി കെ ശ്രീരാമനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പുള്ളി നമ്പർ ഉണ്ട്. പുള്ളി ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണ്. നമ്പർ ഉണ്ടല്ലോ എന്തായാലും. കുറെ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഒരു പ്രിവിലേജ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ആണ് അതിന് വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരു പ്രിവിലേജ് ഇല്ല, ഞാൻ ആ പ്രിവിലേജ് കുറെ ആൾക്കാരുണ്ടെന്ന് കരുതുന്നവരുണ്ടാകാം. ഞാനൊരു കാലത്തും ആ പ്രിവിലേജിന്റെ എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയില്ല. ആരാധികമാരുടെ മെസ്സേജുകൾക്ക് പലതവണയും മറുപടി കൊടുത്തിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ, നിരുത്സാഹപ്പെടുത്താറുണ്ടോ? എന്താണ് ഇപ്പം നമ്മളെ താങ്ക് യു ഇനി കീപ് വാച്ചിങ് എന്നൊക്കെ പറയാറുണ്ടോ? അത്രേ ഉള്ളൂ. നിലപാടുകൾ മാറ്റാൻ തോന്നിയിട്ടുണ്ടോ? മാറ്റാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് ശരിയെന്ന് വിചാരിച്ച് ആവില്ല ചിലപ്പോൾ ശരി. നമ്മൾ കുറച്ചുകൂടെ അതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും മാറ്റാൻ മടിയുണ്ടാവുന്ന കാര്യമില്ല. ചർച്ചയ്ക്ക് മുന്നേ ഒരു നിലപാടുമായി പോയി, ചർച്ചയ്ക്ക് ശേഷം ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചിന്തിച്ച മാത്രമല്ലായിരുന്നു പൂർണ്ണ ശരി, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചർച്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് തോന്നിയിട്ടുണ്ട്. 1-2 വിഷയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആരോടെങ്കിലും പഞ്ചാര അടിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, പഠിക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന വാർത്തകൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആണോ? അതിഥികളായി എത്തിയവർ എപ്പോഴെങ്കിലും ശത്രുക്കളായി പോയിട്ടുണ്ടോ? പിണക്കമുണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു പിണക്കം ഒരു ദീർഘനാൾ നീണ്ടു നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് പിന്നാലെ നടന്ന് പരിഹരിക്കും. അത് ശരി, പിണങ്ങി നിൽക്കാൻ അത് ശരിയല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തോന്നിപ്പിക്കുന്ന എന്താണ്? നമുക്ക് ഇനി നാളെ ഇവരെ കാണേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണോ? അതോ അങ്ങനല്ല, ഇപ്പൊ നമ്മുടെ ഒരു ചോദ്യം കാരണമാണ്. ഇപ്പൊ നമ്മളൊരു ശരിയായ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പുള്ളി പിണങ്ങി. ഞാൻ ചോദിച്ചുകൊണ്ടാണല്ലോ പുള്ളി പിണങ്ങി. എന്നൊരു തോന്നലുണ്ടാവില്ല. ഇപ്പൊ ഒരാൾ പിണങ്ങിയിരിക്കും, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിളിക്കും. അപ്പൊ ഒരാളെ ഞാൻ നിരന്തരം വിളിച്ച്, ഒരാൾ ഇപ്പോഴും മെരുങ്ങാൻ നിപ്പുണ്ട്. ഒരാള് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക സമയമായപ്പോഴത്തേക്ക് പുള്ളി പിണങ്ങി. ഞാൻ ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പുള്ളി അങ്ങനെ ഭയങ്കര തളരാതെ ഒരു പോരാളിയാണല്ലോ. ഞാൻ തളരാതെ ഞാൻ പിന്നാലെ ഉറവ് കൂടും. ചേട്ടാ കൂട്ടാ. ആണോ? ഇങ്ങനെയൊന്നും ചേട്ടനെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ചേട്ടനുള്ളില് ഇത്രയും ഒരു ലോലനായ ഒരു കവി ഹൃദയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മനുഷ്യന്മാരോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആണ്. ചർച്ചകൾക്ക് അവസാനം ഒരു കുറ്റബോധം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതാന്ന് ചോദിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആണ്. അത് ശരി. അല്ല, കുറ്റബോധം ഇൻ ദ സെൻസ് എങ്ങനെ? അത്രയും കർശനമാവുണ്ടായിരുന്നു. അത്രയും അറകണ്ടെന്ന വാക്കി ഉപയോഗിക്കുന്നില്ല. എന്നാലും കുറച്ച്